ഗുഡ് മോർണിംഗ്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്വിറ്റ്സർലാൻഡിനെ പറ്റിയിട്ടാണ്. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രി ആണ്. അതുപോലെ തന്നെ ഒരു മോസ്റ്റ് എക്സ്പെൻസീവ് കൺട്രി കൂടിയാണ് സ്വിറ്റ്സർലാൻഡ്. ഇതിൻ്റെ ക്യാപിറ്റൽ വരുന്നത് ബേൺ ആണ്. അതുപോലെ അവരുടെ കറൻസി വരുന്നത് സ്വിസ് ഫ്രാങ്ക് ആണ്. അതുപോലെ തന്നെ ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്ന് പറയുകയാണെങ്കിൽ ജർമ്മൻ ആണ് അവരുടെ മെജോറിറ്റി ലാംഗ്വേജ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ച്, ഇറ്റാലിയൻ, റോമൻഷ് അതൊക്കെ അവരുടെ സ്പോക്കൺ ലാംഗ്വേജസ് ആണ് കൂടുതൽ റീജിയൻസിലും. പിന്നെ അവരുടെ ടൈം സോൺ വരുന്നത് സെൻട്രൽ യൂറോപ്യൻ ടൈമാണ്. അതെന്ന് പറഞ്ഞാൽ UTC+1 സമ്മർ ടൈമിലാണെങ്കിൽ UTC+2 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് മാർച്ച് ടു ഒക്ടോബർ വരെ. പിന്നെ അവരുടെ നാഷണൽ കരിയർ എന്ന് പറയുന്നത് സ്വിസ് ഇൻ്റർനാഷണൽ എയർലൈൻസ് ആണ്. പിന്നെ ആണെങ്കിൽ വൈ വിസിറ്റ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡിന് അത്രയും ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള നേച്ചുറൽ ബ്യൂട്ടി ഉണ്ട്. അതുപോലെ തന്നെ ഐക്കോണിക് സീനിക് ട്രെയിൻ ജേർണീസ് ആണ് അവരുടെ ഒരു കൺട്രീനെ മനോഹരമാക്കുന്നത്. അതുപോലെ തന്നെ സ്വിസ് കൾച്ചർ ആൻഡ് അവരുടെ കുലിനറി ഡിലൈറ്റ്സ് ഉണ്ട്, ചാമിങ് സിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അഡ്വഞ്ചർ, ഔട്ട്ഡോർ ഫൺ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡ്. അതുപോലെ തന്നെ അത്രയും ക്ലീൻ ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. പെർഫെക്റ്റ്ലി ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു കൺട്രി കൂടിയാണിത്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പാരഡൈസ് എന്നാണ് സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്നത്. പിന്നെ സ്വിറ്റ്സർലാൻഡിലെ മേജർ എയർപോർട്ട്സ് എന്ന് പറയുന്നത് സ്യൂറിച്ച് എയർപോർട്ടാണ്. അതുപോലെ തന്നെ ജനീവ, ബേസൽ, ബേൺ, ലുഗാനോ ഇതൊക്കെയാണ് അവരുടെ മേജർ എയർപോർട്ട്സ് വരുന്നത്. അത്രയും ഫ്ലൈറ്റ്സും കണക്ട് ചെയ്യുന്നത് ഈ ഒരു എയർപോർട്ട്സിലാണ്. പിന്നെ അവരുടെ ഫേമസ് സിറ്റിയാണ് സ്യൂറിച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിലെ ലാർജസ്റ്റ് സിറ്റി കൂടിയാണ് സ്യൂറിച്ച്. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ മോഡേൺ ഹിസ്റ്റോറിക് ചാമെല്ലാം നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് സ്യൂറിച്ച് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും അവരുടെ ലക്ഷറി ഷോപ്പിങ്സ്, ലൈവ്ലി സ്ട്രീറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് സൈഡ് വ്യൂസ് എല്ലാം കാണാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഗേറ്റ് വേ ആണ് സ്യൂറിച്ച് എന്ന് പറയുന്നത്. സ്യൂറിച്ചിലെ ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹനോ ഫോസ്റ്റേഴ്സ് എന്നാണ്. അതായത് അവിടെ തന്നെ മോസ്റ്റ് എക്സ്ക്ലൂസീവ് ഷോപ്പിംഗ് അവന്യൂ ആണ്. അതുപോലെ തന്നെ പിന്നെ അവരുടെ ഫേമസ് ആയിട്ടുള്ള ലേക്കാണ് ലേക്ക് സ്യൂറിച്ച് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ക്രൂസസിന് ഐഡിയലാണ്. അതുപോലെ തന്നെ വാക്ക്, സീനിക് വ്യൂക്ക്, ആൽപ്സിൻ്റെ ഒക്കെ കാണാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലമാണ് ലേക്ക് സ്യൂറിച്ച് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഫേമസ് ആയിട്ടുള്ളതാണ് ഓൾഡ് ടൗൺ എന്ന് പറയുന്നത്. അവരുടെ ഹിസ്റ്റോറിക് സ്ട്രീറ്റ്സ്, കഫേസ് അതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ ആണെങ്കിൽ പിന്നെ അവരുടെ ഒരു ഗ്രോസ്മൺസ്റ്റർ ചർച്ച് എന്ന് പറയുന്നതാണ്. അതായത് ഒരു ഐക്കോണിക് ട്വിൻ ടവറാണ്. അത് നമുക്ക് സിറ്റി ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അവരുടെ ഫേമസ് സിറ്റിയാണ് ജനീവ എന്ന് പറയുന്നത്. ജനീവയിൽ കൂടുതലും ലേക്ക് സൈഡ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ലേക്ക് സൈഡ് തന്നെയാണ് അത് ഫേമസ് ആയിട്ടുള്ളത്. അതും കൂടുതലും നമുക്ക് ആൽപ്പ് വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റിയാണ് ജനീവ. അതായത് പെർഫെക്റ്റ് മിക്സ് ഓഫ് എലഗൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ചാം എന്നാണ് ഈ സിറ്റി അറിയപ്പെടുന്നത്. ഇതിന് കൂടുതലായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ലേക്ക് ജനീവയാണ്. ലേക്ക് ജനീവ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ക്രൂസസ്, അതുപോലെ തന്നെ ലേക്ക് സൈഡ് ഇതൊക്കെ നമുക്ക് കാണാനും അവിടുത്തെ വാക്ക് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അവരുടെ ഫേമസ് ആയിട്ടുള്ള അവരുടെ ഓൾഡ് ടൗൺ ആണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ്സ്, കഫേസ് കാര്യങ്ങളൊക്കെ, കത്തീഡ്രലൊക്കെ മെയിൻ ആയിട്ടുള്ളതാണ്. പിന്നെ അവരുടെ തന്നെ യുണൈറ്റഡ് നേഷൻ ഓഫീസ് ഉണ്ട്. അതായത് യൂറോപ്യനിൽ വിസിറ്റ് ചെയ്യുന്ന ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ UN ആണത്. അതും ആൾക്കാർ കൂടുതലായിട്ടും വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഫേമസ് സിറ്റിയാണ് ബേൺ എന്ന് പറയുന്നത്. ഈ ബേൺ എന്ന് പറയുന്ന സിറ്റി അറിയപ്പെടുന്നതിന് ചാർം സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ചാമിങ് സിറ്റി, സ്വിറ്റ്സർലാൻഡിൽ തന്നെ ചാമിങ് സിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ അതിനെ ഫേമസ് ആക്കുന്ന അവരുടെ ക്ലോക്ക് ടവർ ആണ്. പിന്നെ റിവർ സൈഡ് ബ്യൂട്ടി, അതുപോലെ തന്നെ ഹിസ്റ്ററി ഇതൊക്കെ സ്വിറ്റ്സർലാൻഡിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കൺട്രി, ഒരു സിറ്റിയാണ് ബേൺ എന്ന് പറയുന്നത്. ബേണിൽ ഫേമസ് ആക്കുന്ന അവരുടെ ക്ലോക്ക് ടവർ ആണ്. ക്ലോക്ക് ടവർ, അതുപോലെ ഓൾഡ് ടൗൺ എന്ന് പറയുന്ന ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ ഫെഡറൽ പാലസ് ഉണ്ട്. അതൊക്കെ കൂടുതലായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ആണെങ്കിൽ അവരുടെ ബിയർ പാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് അവിടെ റിയൽ ബിയേഴ്സിൻ്റെ ഒരു നാച്ചുറൽ ഹാബിറ്ററ്റ് ആണ്. അത് നമുക്ക് ഈ ഒരു സിറ്റിയിൽ കാണാൻ പറ്റും. പിന്നെ അവരുടെ ഫേമസ് ആയിട്ടുള്ള ലൂസാൺ ആണ്. ലൂസാൺ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ലേക്ക് സൈഡ് വരുന്ന ഒരു സിറ്റിയാണ്. മെയിനായിട്ട് അതിനെ ഫേമസ് ആക്കുന്ന അവരുടെ ചാപ്പൽ ബ്രിഡ്ജാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ലയൺ മോണിമെൻറ്റ് കൂടിയുണ്ട്. അതായത് കൂടുതലായിട്ടും മൗണ്ടെയിൻസും ഒരു പെർഫെക്റ്റ് മിക്സ് ഓഫ് ഹിസ്റ്ററി ആൻഡ് സ്വിസ് ചാം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ചാപ്പൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഐക്കോണിക് 14th century മുതലുള്ള ഒരു വുഡൻ ബ്രിഡ്ജാണ്. അതിൽ ടവറിൽ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള. പിന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ ലയൺ മോണിമെൻ്റ് ആണ്. അതൊരു കാർവ്ഡ് റോക്കിനെ കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ഹോണർ ചെയ്തിട്ടുള്ള സ്കൾപ്ചറാണ്. അതും അവരുടെ ഒരു ഫേമസ് ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ലേക്ക് ലൂസേൺ എന്ന് പറയുന്ന സീനിക് ക്രൂസസ് വിത്ത് പനോറമിക് വ്യൂസ് ഓഫ് ദി ആൽപ്സ് ആണ് ഈ ലേക്ക് ലൂസേണിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. പിന്നെ അവരുടെ തന്നെ ഒരു ഓൾഡ് ടൗൺ ഉണ്ട്. അവിടെ തന്നെ കളർഫുൾ ബിൽഡിങ്സ്, ബൊട്ടീക്സ്, ഷോപ്സ്, കഫേസ്, സ്ട്രീറ്റ്സ് ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ അവിടെ ബേസൽ എന്ന് പറഞ്ഞ സിറ്റിയാണ്. അതായത് അതിന് ഫേമസ് ആക്കുന്ന റയൻ റിവർ എന്ന് പറയുന്നതാണ്.
അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിൽ റിച്ച് കൾച്ചർ ആൻഡ് സ്റ്റണ്ണിങ് ആർക്കിടെക്ചർ കാണാൻ പറ്റുന്നത് നമുക്ക് ഈ ഒരു സിറ്റിയിലാണ്. അതുപോലെ തന്നെ വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ആർട്ട് ബേസിൽ ഫെയർ നടക്കുന്നത് സ്വിറ്റ്സർലാൻഡിൽ ഈ ബേസിൽ എന്ന് പറയുന്ന സിറ്റിയാണ്. ഇതിൽ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് അവരുടെ ബേസിൽ ഓൾഡ് ടൗൺ ആണ്. അതിൽ നമുക്ക് സ്ട്രീറ്റ്സ് ആണ്, കളർഫുൾ ബിൽഡിങ്സ്, ചാമിങ് കഫേസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അവരുടെ ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രലാണ് ബേസിൽ മിനിസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഗോത്തിക് ലാൻഡ്മാർക്ക് ഓഫർ ചെയ്യുന്നതാണ് ഈ റെയിൻ റിവറിനെ സംബന്ധിച്ചിട്ടുള്ളത്. പിന്നെ അവരുടെ ഒരു കുൻസ്റ്റ് മ്യൂസിയം ബേസിലാണ്. സ്വിറ്റ്സർലാൻഡിൽ തന്നെ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർട്ട് മ്യൂസിയം ആണ്. പിന്നെ വരുന്ന റൈൻ റിവർ, അത് ഐഡിയൽ ഫോർ വാക്കിംഗ്, ക്രൂസിങ്, എൻജോയിങ് റിവർ സൈഡ് കഫേസിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഈ റൈൻ റിവർ. പിന്നെ നോക്കുവാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് ഇൻ്റർലേക്കൻ എന്ന് പറയുന്നത്. ഇൻ്റർലേക്കൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് സ്വിറ്റ്സർലാൻഡിൻ്റെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഏരിയ കാണാൻ പറ്റുന്നതാണ്. അതിന് ചുറ്റും മൗണ്ടെയിൻസ് ഒക്കെ ആയിട്ടൊരു ബ്യൂട്ടിഫുൾ അഡ്വഞ്ചറസ് സ്പോട്ടാണ് ഇൻ്റർലേക്കൻ എന്ന് പറയുന്നത്. അവിടുത്തെ കൂടുതൽ ആൾക്കാരും മൗണ്ടെയിൻ എക്സ്കേർഷന്, അതുപോലെ ലേക്ക് വ്യൂ, സ്വിറ്റ്സർലാൻഡിൻ്റെ മോസ്റ്റ് ലവ്ഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇൻ്റർലേക്കൻ അറിയപ്പെടുന്നത്. ഇൻ്റർലേക്കനിൽ ഫേമസ് ആയിട്ടുള്ള അവരുടെ ഹാർഡൻ കം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഒരു റൈഡാണ്, നമുക്ക് ഇൻ്റർലേക്കണും ലേക്സും തമ്മിലുള്ള ഒരു റൈഡാണ് അതുവഴി. പിന്നെ അവരുടെ ഫേമസ് ആയിട്ടുള്ള മൗണ്ടെയിനാണ് ജങ്ഫ്രാജോ എന്ന് പറയുന്നത്. ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഫേമസ് മൗണ്ടെയിൻ എക്സ്കേർഷനൊക്കെയാണ് ആൾക്കാർ കൂടുതൽ ഇത് വിസിറ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ ഐസ് കേവ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ആൽപ്സിൻ്റെ വ്യൂ കാണാൻ വേണ്ടി പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. പിന്നെ ഫേമസ് ആയിട്ടുള്ള അവരുടെ ലേക്ക് ടൺ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഫേമസ് ആയിട്ടുള്ള അവരുടെ ബോട്ട് ക്രൂസസ് ഉണ്ട്, കാസിൽസ് ഉണ്ട്, ലേക്ക് സൈഡ് വില്ലേജസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അവരുടെ ഫേമസ് ആണ് ലേക്ക് ബ്രീൻസ് എന്ന് പറയുന്നത്. അവിടെ ക്രിസ്റ്റൽ ബ്ലൂ ലേക്ക് വാട്ടറാണ്. അത് അവിടെയും ഐഡിയൽ ആയിട്ടുള്ള അവരുടെ ക്രൂസസും കയാക്കിങ്ങും ഫോട്ടോഗ്രാഫിയൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. സ്വിറ്റ്സർലാൻഡ് വിസ ഇൻഫർമേഷനാണ് ഇന്ത്യൻ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള. വിസ ടൈപ്പ് എന്ന് പറയുന്നത് ഷെങ്കൻ ടൂറിസ്റ്റ് വിസയാണ്. അതായത് വാലിഡ് എന്ന് വരുന്നത് 90 ഡേയ്സ് വിത്തിൻ 180 ഡേയ്സ് ആണ് ഷെങ്കൻ കൺട്രീസിൽ വരുന്നത്. സ്വിറ്റ്സർലാൻഡ് ഷെങ്കൻ ഏരിയൻ്റെ പാർട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഷെങ്കൻ വിസയാണ് ഇത് വേണ്ടത്. അതുപോലെ തന്നെ ഇത് മൾട്ടിപ്പിൾ യൂറോപ്യൻ കൺട്രീസ് കവർ ചെയ്യുന്ന ഒരു വിസ കൂടിയാണ്. ഇതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് വാലിഡ് പാസ്പോർട്ടാണ്, അറ്റ്ലീസ്റ്റ് 6 months വാലിഡിറ്റി ആവശ്യമുണ്ട്. പിന്നെ എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ ഫോമാണ്. അതുപോലെ തന്നെ 2 റീസെൻറ്റ് പാസ്പോർട്ട് ഫോട്ടോസാണ് വേണ്ടത്. അതുപോലെ ട്രാവൽ ഐറ്റിനറി, കൺഫേംഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് ആൻഡ് ഹോട്ടൽ ബുക്കിംഗ്സ്, ട്രാവൽ ഇൻഷുറൻസ്, പ്രൂഫ് ഓഫ് ഫിനാൻഷ്യൽ മീൻസ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ITR, സാലറി സ്ലിപ്സ് എക്സെട്ര. പിന്നെ വേണ്ടത് എംപ്ലോയ്മെൻറ്റ് പ്രൂഫാണ്, ബിസിനസ് ഡോക്യുമെൻറ്റ്സിലാണ്. അതായത് നമ്മുടെ ഡിപ്പെൻഡിങ് ഓൺ ദ കാറ്റഗറിയാണ്. പിന്നെ കവർ ലെറ്റർ വേണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രിപ്പിൻ്റെ പേർപ്പസ് എന്താണ്, ഐറ്റിനറിയൊക്കെ കംപ്ലീറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ വിസ ഫീയും VFS ചാർജസ് കൊടുത്താൽ നമുക്ക് ഈ ഷെങ്കൻ വിസൻ്റെ പ്രോസസ്സ് അങ്ങനെ തീരും. യൂറോപ്പിലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡ്. എല്ലാവരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ഫോളോ വെസ്റ്റ്ബർഡ് ഹോളിഡേയ്സ്.